ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കാലേക്കൂട്ടി കരുക്കൾ നീക്കി കോൺഗ്രസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തകർക്ക് ആവേശം ചോരാതെ പ്രാദേശികമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആദ്യഘട്ടമെന്ന നിലയിൽ കുടുംബ സംഗമങ്ങളടക്കം പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് വളരെ നേരത്തെ ആരംഭിച്ചിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയവും കോൺഗ്രസ് പ്രവർത്തകർ കരുത്തു പകരുന്നുണ്ട്. സംഘടനാ ചട്ടക്കൂട് ശക്തമാക്കി വാർഡ് കമ്മിറ്റികൾ മുതൽ സജീവമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ടുള്ള കുടുംബ സംഗമങ്ങൾ നിലവിൽ അവസാന ഘട്ടത്തിലാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്ത് സംസ്ഥാനത്ത് ഭരണമാറ്റം എന്ന തരത്തിലുള്ള നീക്കമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. സമസ്ത മേഖലയിലുമുള്ള ആളുകളുടെ വലിയ പിന്തുണയാണ് UDF-ന് കിട്ടിയിട്ടുള്ളത്. നിലമ്പൂരിൽ അത് പ്രതിഫലിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ആ ഉജ്ജ്വലമായ വിജയം നിലമ്പൂരിൽ ആവർത്തിക്കാൻ സാധിച്ചു എന്നതാണ്. ആ ആവേശത്തിന്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് നാട്ടിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ദുശ്ചെയ്തികളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള കെടുതികൾ പരിഹരിക്കാൻ ഒരു ഭരണമാറ്റം ആവശ്യമാണ് എന്നുള്ള തലത്തിൽ തന്നെയാണ് ജനങ്ങൾ UDF-നെ നോക്കിക്കാണുന്നത്. പ്രാദേശിക തലത്തിൽ തന്നെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് കോൺഗ്രസിന്റെ നീക്കം. ഒപ്പം മനുഷ്യ വന്യജീവി സംഘർഷവും മുഖ്യ വിഷയമായി കോൺഗ്രസ് കൈകാര്യം ചെയ്യും. LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ പോരായ്മകൾ ഉയർത്തിക്കാട്ടി ഇപ്പോൾ തന്നെ പ്രാദേശികമായ ക്യാമ്പയിനുകളും കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.